എല്ലാവർക്കും ഒത്തിരി നന്ദി, നമ്മൾ ഇത്രയും ആത്മീയതയിൽ വളർത്തുന്നതിന്. ബൈബിൾ വായനയൊക്കെ ഒത്തിരി തീക്ഷ്ണമാക്കി. കാരണം ബൈബിൾ പഠിക്കാൻ എനിക്ക് കുറെ കൂടെ, പ്രത്യേകിച്ച് ജോസഫ് അച്ഛനെ കുറിച്ച് പറയാൻ വേണ്ടി വയ്യ, എനിക്കത് പറയാതെ പോകാൻ പറ്റത്തില്ല. ശരിക്കും നമ്മുടെ കാലഘട്ടത്തിലൊരു പ്രവാചകൻ തന്നെയാണ്. ശരിക്കും ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്ന ആ വചനത്തിന് ഇത്രയും അർത്ഥം ഉണ്ടെന്നുള്ളത് എനിക്ക് പണ്ട് മനസ്സിലായിരുന്നില്ല. പണ്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ അങ്ങ് വായിച്ചോണ്ടോ. പക്ഷേ ബൈബിളിന് ഓരോ കോണ്ടക്സ്റ്റിൽ ഇത്രയും അർത്ഥം ഉണ്ടെന്നും ഓരോന്ന് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വ്യക്തമാക്കി തരുമ്പോൾ ഒത്തിരി അനുഗ്രഹമായിട്ട് തോന്നുന്നത്. ശരിക്കും ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ജോസഫ് അച്ഛൻ ഇവിടെ ജനിച്ചില്ല, വല്ല ഫ്രാൻസിലോ യൂറോപ്പിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ആദ്യമേ മാതാവിനെ ഇങ്ങനെ കിട്ടുമായിരുന്നു, ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കിട്ടുമായിരുന്നു. അവിടെ ഉള്ളവർക്ക് ആദ്യം കിട്ടും, അത് കഴിഞ്ഞതിനെ നമുക്കിങ്ങ് വരത്തുള്ളൂ. ഇപ്പം നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമ്മുടെ ഇവിടുത്തെ കുറേ പിള്ളേർ, നമ്മളെല്ലാവരും വന്ന് ഉടമ്പടി എടുക്കുന്നു, വിദേശത്തോട്ട് പോകുന്നു, നമ്മൾ പത്രപ്രവർത്തനം അവിടെ ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു. ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ് ജോസഫ് അച്ഛൻ നമ്മുടെ ഇവിടെ വന്ന് ജനിച്ച് നമുക്ക് വേണ്ടി ഇങ്ങനെ വലിയൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജോസഫ് അച്ഛൻ ഇവിടെയുള്ള ടീം എല്ലാവർക്കും ഒത്തിരി നന്ദി, നമ്മൾ ഇത്രയും ആത്മീയതയിൽ വളർത്തുന്നതിന്.